ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയർ ഏപ്രിൽ 2024. അതിൽ നമ്മൾ സെക്ഷൻ എ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 1 to 12 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ബി ആണ്. ഈ സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, find the length of the graph of f of x equal to x minus 1 raised to 3 by 2 plus 2 on close interval 1, 2. ഈ ക്വസ്റ്റ്യൻ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. അഥവാ 2022 ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ 2021 ചോദിച്ചിട്ടുണ്ട്. ഒരു കൊല്ലം ഇവിടെ ക്ലോസ് ഇന്റർവൽ എന്താക്കി ചോദിച്ചിട്ടുണ്ട് അല്ലെ? ക്ലോസ് ഇന്റർവൽ 0,2 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 2021 1,2 ആക്കി ചോദിച്ചു. 2022 എന്താക്കിയിട്ടുണ്ടത് അല്ലെ? 0,2 എന്ന രീതിയിലേക്കാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ലെങ്ത് ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ഒരു കർവിന്റെ ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ്? ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ a to b റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ dx ആണ് നമ്മുടെ കയ്യിലെ ഇക്വേഷൻ. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് അല്ലെ? എക്സ് മൈനസ് 1 അല്ലെ റേസ് ടു 3 by 2 പ്ലസ് 2. ഇവിടെ നമ്മൾക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 3 by 2 എക്സ് മൈനസ് 1 റേസ് ടു 3 by 2 മൈനസ് 1. ഇനി ഇതിന്റെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും? 1 മൈനസ് 0, പിന്നെ പ്ലസ് 2 ഡെറിവേറ്റീവ് 0. ഈ 3 by 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 2 by 2 എന്ന് പറയുമ്പോൾ 1 by 2 ആണ്. അപ്പൊ എന്തിട്ടു? 3 by 2 ഇൻറ്റു എക്സ് മൈനസ് റേസ് ടു 1 by 2 എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സിന്റെ ഹോൾ സ്ക്വയർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3 by 2 എക്സ് മൈനസ് 1 1 by 2 ഹോൾ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 2ന്റെ സ്ക്വയർ 4 അല്ലെ? ഇവിടെ എന്താവും? 1 by 2 ഇൻറ്റു 2, ഈ 2 ആണ്. അപ്പൊ എന്തായി? ആൻസർ എക്സ് മൈനസ് 1 എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്തെന്താണ്? 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 9 by 4 എക്സ് മൈനസ് 1 ആണ്. ഇനി അപ്പൊ ഇതിനെ ഇങ്ങോട്ടും 4 മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്താവും? 4 പ്ലസ് 9 ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 4. ഇനി എന്ത് ചെയ്യാ? ആ 9 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 9x മൈനസ് 9 ബൈ 4. അപ്പൊ 9 4 സബ്ട്രാക്ട് 5 ആയി. അപ്പൊ എന്തായി? 1 പ്ലസ് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്തായി മാറി ഇവിടെ അല്ലെ? 9x മൈനസ് 5 ഡിവൈഡഡ് ബൈ 4 എന്ന രീതിയിലേക്ക്. ഇവിടെ 9 മൈനസ് ആണോ മൈനസ് 5 എന്ന രീതിയിലേക്ക്. ഇനി എന്തുണ്ട്? ഇതിന്റെ റൂട്ടിന്റെ അകത്താണ് ഇത് കിടക്കുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9x മൈനസ് 5 ഡിവൈഡഡ് ബൈ 4. അപ്പൊ എന്ത് കിട്ടി? റൂട്ട് ഓഫ് 9x മൈനസ് 5 ഡിവൈഡഡ് ബൈ 2 എന്ന രീതിയിലേക്ക്. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1 by 2 റൂട്ട് ഓഫ് 9x മൈനസ് 5 ആയി. ഈ നേരെ ഇക്വേഷനിൽ കൊടുക്കുക. ദ ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ a to b അല്ലെ റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു dx. ഇവിടെ a എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ഇന്റർവെല് 1,2 ആണ്. അപ്പൊ a ഈക്വൽ ടു 1, b ഈക്വൽ ടു 2 ആണ്. ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 2 1 by 2 റൂട്ട് ഓഫ് 9x മൈനസ് 5 dx. അപ്പൊ ഈക്വൽ ടു ഞാൻ 1 by 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇന്റഗ്രൽ 1 to 2 റൂട്ട് ഓഫ് 9x മൈനസ് 5 dx. ഞാൻ ഇവിടെ 9x മൈനസ് 5 ഒരു tക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ dt എന്ന് പറയുമ്പോ 9 dx ആയി. അപ്പൊ dt ബൈ 9 എന്ന് പറഞ്ഞാൽ dx ആയി. ഇനി x 1 ആവുമ്പോ tന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 5 ആണ്. ദാറ്റ് ഈസ് 4. ഇനി അതേ സ്ഥാനത്ത് എക്സിന്റെ സ്ഥാനത്ത് 2 ആകുമ്പോ t ഈക്വൽ ടു 9 into 2 മൈനസ് 5. ഇവിടെ 9 into 1 9 ആയതുകൊണ്ട് 18 മൈനസ് 5 ഈക്വൽ ടു 13 ആയി മാറി. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്തായി ചേഞ്ച് ചെയ്തു? 1 ആകുമ്പോ അത് 4, 2 ആകുമ്പോ 13, റൂട്ട് ടി dt ബൈ അല്ലെ dx സ്ഥാനത്ത് dt ബൈ 9. ഈ 2 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1 ബൈ എന്തായി മാറി അല്ലെ? 18 ആയി. ഇൻറ്റു എന്താ ഇന്റഗ്രൽ 4 to 1 to 3 റൂട്ട് ടീനെ എന്താ 1 by 2 dt ആക്കി ഈക്വൽ ടു
1/18. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും 3 raised to 1/2 plus 1/1/2 plus 1 4 to 13. നമുക്കറിയാം 1/2 പ്ലസ് എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ ഈക്വൽ ടു 1/8 ഇൻറ്റു t raised to 3/2 by 3/2 എന്തായി അല്ലെ 4 to 30. ഇതിനെ അങ്ങോട്ട് കൊണ്ടുമ്പോൾ എന്താവും മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും അല്ലെ. അപ്പൊ 2/3 ഇൻറ്റു t raised to 3/2 4 to 30. അപ്പൊ എന്താ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്തായി 1/9 ഇൻറ്റു 3 അല്ലെ 18 2 കൊണ്ട് ക്യാൻസൽ ആകുമ്പോൾ 9 ഇൻറ്റു 2. ഇനി അപ്പർ ലിമിറ്റ് എടുക്കുക 13 raised to 3/2 മൈനസ് 4 raised to 3/2. ഇനി ഇവിടെ 1/27 ആയി 13 raised to 3/2. ഇവിടെ നമുക്കറിയാം ഇവിടെ 4 3/2 നമുക്ക് മാറ്റിയതാ 4 1/2 raised to 3. ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് 4 raised to 3 ആണ്. ദാറ്റ് ഈസ് 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 8 ആണ്. അപ്പൊ ഇവിടെ എത്ര കിട്ടി 8 ആണ്. അപ്പൊ 1/27 13 raised to 3/2 മൈനസ് 8 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ ആയി വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി 14th ക്വസ്റ്റ്യൻ. എന്താണ് 14th ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫേസ് obtained by revolving the graph of x cube on closed interval 0,1 about x axis. അപ്പൊ സർഫസ് ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കി എടുത്താൽ മതി എഫ് ഓഫ് എക്സ് ആക്കി എടുത്താൽ മതി. ഇതിനെ എ എന്നും ഇതിനെ ബി ആക്കി എടുത്താൽ മതി. അപ്പൊ സർഫസ് ഏരിയയിലെ ഇക്വേഷൻ എന്താണ്? സർഫസ് ഏരിയ ഈക്വൽ ടു 2π ഇന്റഗ്രൽ a to b f of root of 1 plus f dash of x whole square into dx. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സ് ക്യൂബ് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x സ്ക്വയർ ആണ്. അങ്ങനെ അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി അല്ലെ 3x സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു എക്സ് റൈസ് ടു 4 ആയി മാറി. ഇനി എന്തായി എഫ് ഡാഷ് ഓഫ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 plus 9x raised to 4. വീണ്ടും അതിന്റെ റൂട്ടിലേക്ക് കൊടുക്കുക എഫ് 1 plus f dash of x whole square എന്ന് പറഞ്ഞാൽ root of 1 plus 9x raised to 4 എന്ന രീതിയിലേക്ക് വരും. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ സർഫസ് ഏരിയ ഈക്വൽ ടു ഞാൻ എസ് എന്ന് എഴുതുന്നത് സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ഈക്വൽ ടു 2π ഇന്റഗ്രൽ a to b എന്താണ് എഫ് ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ dx. ഇവിടെ 2π ഇന്റഗ്രൽ പറഞ്ഞത് 0 to എത്രയായിരുന്നു 1 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ആണ്. ഇതിന്റെ വാല്യൂ നമ്മൾ ഇപ്പൊ തൊട്ടുമ്പോൾ 1 plus 9x raised to 4 dx. ഇവിടെ ഞാൻ t എന്നൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് 1 plus 9x raised to 4. അപ്പൊ dt എന്ന് പറയുമ്പോൾ എന്താവും 9 into 4 x cube into dx ആണ്. അപ്പൊ dt ഈക്വൽ ടു 36x cube dx. ഇവിടെ നോക്കുക x cube dx ഉണ്ട്. ഇവിടെ ആരാണ് അധികമായിട്ട് വന്നിട്ടുള്ളത് 36 ആണ്. ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോയി x cube ആണ്. ഇനി എക്സിന് ഞാൻ 0 കൊടുക്കുമ്പോൾ ടിന്റെ വാല്യൂ അത് 1 ആണ്. എക്സിന് ഞാൻ 1 കൊടുക്കുമ്പോൾ ടിക്ക് എന്താവും 1 plus 9 ദാറ്റ് ഈസ് 10. അപ്പൊ ഈ ഇന്റഗ്രേഷൻ എന്ത് ചെയ്തു ചേഞ്ച് ആയി. ഇന്റഗ്രേഷൻ 1 to 10 ആയി. എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 36. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് ടി ആയി മാറും. ആ 36 കൊണ്ടുവന്നു അപ്പൊ 2π/36 ആയി മാറും. ഇനി ഇന്റഗ്രൽ 1 to 10 ഇതിനെന്താക്കി ടി റൈസ് ടു 1/2 ഡി ടി അല്ല തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ 2π/36. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 plus 1/1/2 plus 1 എന്തായി 1 to 10 ആയി ഈക്വൽ ടു 2π/36. ഇവിടെ എന്തായി ടി റൈസ് ടു 3/2/3/2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഈ 3/2 അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ 2π/36 ഇൻറ്റു 2/3 ഇൻറ്റു ടി റൈസ് ടു 3/2 1 to 10. അപ്പൊ ക്യാൻസൽ ചെയ്യാം അല്ലെ 2 into 4 4/30 എന്ന് വരുമ്പോൾ 9 ആയി മാറും. അപ്പൊ π/9 into 3 ആയി മാറും. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും 10 raised to 3/2 minus 1 raised to 3/2 equal to π/27 10 raised to 3/2 minus 1. അപ്പൊ അതാണ് ഇതിന്റെ സർഫസ് ഏരിയ ആയി വന്നിട്ടുള്ളത്.
ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 15th ക്വസ്റ്റ്യൻ. എന്താണ് 15th ക്വസ്റ്റ്യൻ? ഷോ ദാറ്റ് ദി ഇംപ്രോപ്പർ ഇന്റഗ്രൽ 0 to infinity e raised to minus x divided by root x dx is converge. ഇതൊരു ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണെന്ന് പറഞ്ഞു. കാരണം എന്താ? അതിന്റെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോ 1/0 ആണ്. ദാറ്റ് ഇസ് എ നോട്ട് ഡിഫൈൻഡ് ഇതിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഇവിടെ സീറോയ്ക്കാണ് ഇവിടെ പ്രശ്നം വരുന്നത് അല്ലെ? അപ്പൊ ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ്. അറ്റ് എക്സ് ഈക്വൽ ടു എയിലാണ് പ്രശ്നം വരുന്നത്, സീറോയിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇംപ്രോപ്പർ ആയതുകൊണ്ട് നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ അങ്ങനെ കണ്ടെത്താറ്, എന്നിട്ട് ലിമിറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി ഞാൻ അല്ലെ? 0 to 1 e raised to minus x by root x dx plus 1 to infinity e raised to minus x by root x dx എന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. ഇതിന്റെ ഇത് കൺവേർജൻ ആണെങ്കിൽ ഇതും കൺവേർജൻ ആണെങ്കിൽ രണ്ടും കൂടി ആഡീഷനും എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ ചെയ്യാൻ പോവാണ്. ഇന്റഗ്രൽ 0 to 1 e raised to minus x by root x dx. അപ്പൊ ഓൺ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 0 to 1 ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് e raised to minus x is always less than or equal to 1 ആണ് നമുക്കറിയാം. ഇതിനകത്തേക്ക് ആര് ഡിവിഷൻ നടത്തി? ഞാൻ ഒരു റൂട്ട് എക്സിനെ ഡിവിഷൻ നടത്തി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താക്കി എടുത്താൽ മതി അല്ലെ? 1/√x മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് മാറ്റി എഴുതാൻ പറ്റും അല്ലെ? ഇന്റഗ്രൽ 0 to 1 e raised to minus x റൂട്ട് dx നെ എങ്ങനെ മാറ്റി എഴുതിയപ്പോ ഞാൻ ഇന്റഗ്രൽ 0 to 1 അല്ലെ എന്തായി? 1/√x dx ആണ്. ഇനി ഇംപ്രോപ്പറിന്റെ ലിമിറ്റ് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് എപ്സിലോൺ ഇന്റഗ്രൽ ടു 1/√x dx. ഇനി ഇത് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് 1 to 1 ഇതെന്തായി? x raised to minus 1/2 dx എന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് epsilon tends to 0 plus x raised to minus 1/2 plus 1 minus 1/2 plus 1 then the epsilon to 1 equal to limit epsilon tends to 0 plus x raised to 1/2 by 1/2 എന്തായി? epsilon to 1. അപ്പോൾ ഈ 2 ഔട്ട്സൈഡ് 2 ആയി. ലിമിറ്റ് epsilon tends to 0 plus x raised to 1/2 epsilon tends to 1. ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പൊ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 പ്ലസ് അല്ലെ അപ്പർ ലിമിറ്റ് 1 raised to 1/2 എപ്സിലോൺ raised to 1/2 ഈക്വൽ ടു 2 ഇൻറ്റു അല്ലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായി മാറും അല്ലെ? 1 raised to 1/2 മൈനസ് 0 എന്ന രീതിയിലേക്ക് വരും. ദാറ്റ് ഈസ് 2 into 1 ഈക്വൽ ടു 2. അപ്പൊ therefore it is എന്തായി മാറി? കൺവേർജന്റ് ആയി മാറി. അപ്പം ഫസ്റ്റ് പാർട്ട് കൺവേർജന്റ് ആയി. ഇനി രണ്ടാമത്തെ പാർട്ട് എന്താ? 1 to infinity e raised to minus x by root x dx ആണ്. അപ്പൊ ഓൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ 1 to infinity ആണ് അല്ലെ? 1 to infinity ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിന് ഞാൻ എടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 by അല്ലെ ഞാൻ റൂട്ട് എക്സ് എടുത്തു. ദിസ് ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലെ? 1/√x എപ്പോഴും ആൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇതിന് മുകളിൽ കാര്യം അപ്ലൈ ഒരു മൾട്ടിപ്ലൈ ചെയ്തു. e raised to minus x നെ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു? അപ്പൊ ഈ ഇന്റഗ്രേഷൻ എങ്ങനെയായിരുന്നു? 1 to infinity e raised to minus x by root x dx നെ എങ്ങനെ മാറ്റിയത്? നമുക്ക് 1 to infinity അല്ലെ e raised to x dx ആയി മാറി. ഇനി എന്ത് ചെയ്യാ? ഇംപ്രോപ്പർ ഇന്റഗ്രൽ അപ്ലൈ. ഇവിടെ മുകളിലായതുകൊണ്ട് ഇവിടെ b tends to infinity അല്ലെ 1 to b e raised to x dx ആയി. ഇനി എന്ത് ചെയ്യാ? ലിമിറ്റ് ഇന്റഗ്രേഷൻ അപ്ലൈ. അപ്പൊ എന്താ? മൈനസ് e raised to x അല്ലെ 1 to b ആയി മാറി. ഇനി എന്ത് ചെയ്യാ? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യാ? അപ്ലൈ ചെയ്യാം അല്ലെ? b tends to infinity അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus b minus e raised to minus 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e raised to minus infinity e raised to minus 1 e raised to minus infinity എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പൊ ഈക്വൽ ടു മൈനസ് ഓഫ് 0 മൈനസ് മൈനസ് 1 ഈക്വൽ ടു എന്തായി? e raised to minus 1 ദാറ്റ് ഈസ് 1/e. ഒരു 1/e ഒരു വാല്യൂ ആണ്. അപ്പോ ഇറ്റ് ഈസ് എന്തായി മാറി? കൺവേർജന്റ് ആയി മാറി. അപ്പൊ എന്ത് കിട്ടി? ഇന്റഗ്രൽ അല്ലെ 0 to infinity
അല്ലെ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് എന്തായി മാറി ഈസ് കൺവേർജ് എന്ന് നമുക്ക് റിസൾട്ടിലേക്ക് വന്നു. അപ്പോൾ രണ്ട് സൈഡ് അല്ലെ പ്ലസ് അഡീഷൻ ആകുമ്പോൾ ഇവിടെ കൺവേർജന്റ് പ്ലസ് കൺവേർജന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് കൺവേർജന്റ് ആണെന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ നമ്മൾ 15th ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ 16th ക്വസ്റ്റ്യൻ. എന്താണ് 16th ക്വസ്റ്റ്യൻ? Let f of x equal to cos x. Evaluate integral 0 to pi by 2 cos x dx by the Simpson rule taking 10 equally spaced points. അപ്പൊ നമ്മൾ സിംപ്സൺ റൂൾ ഉപയോഗിച്ചിട്ട് ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ കണ്ടെത്താനാ പറഞ്ഞത്. നമുക്കറിയാം ഇന്റഗ്രേഷൻ ഇവിടെ തന്നിരിക്കുന്നത് a ഈക്വൽ ടു എന്താണ് 0 ആണ്, b ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 ആണ്, അതേപോലെ f of x എന്ന് പറഞ്ഞാൽ cos x ആണ്, അതേപോലെ n ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ നമുക്ക് സിംപ്സൺ റൂൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ h കണ്ടുപിടിക്കണം. h എന്ന് പറഞ്ഞാൽ b മൈനസ് എ ബൈ n ആണ്. ഇവിടെ b എന്ന് പറഞ്ഞാൽ പൈ ബൈ 2 മൈനസ് 0 ബൈ 10 ഈക്വൽ ടു പൈ ബൈ 2 ബൈ 10 ഈക്വൽ ടു എന്തായി പൈ ബൈ 20 ആണ് ഏത് h എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് x നോട്ട് എന്ന് പറഞ്ഞാൽ a n അത് 0 ആണ്. x1 എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ എക്സ് നോട്ട് കൂടി h ആഡ് ചെയ്യാം. അപ്പൊ എന്താവും എക്സ് നോട്ട് 0 ആണ്, h എന്ന് പറഞ്ഞാൽ പൈ ബൈ 20 ഈക്വൽ ടു പൈ ബൈ 20. x2 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് h ആണ്. x1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 20 പ്ലസ് പൈ ബൈ 20 ഈക്വൽ ടു എന്തായി 2 പൈ ബൈ 20 ആയി മാറി. ഇനി അടുത്തെന്താണ് x3 ആണ്. x3 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് h ആണ്. x2 എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ 20 പ്ലസ് പൈ ബൈ 20 ഈക്വൽ ടു 3 പൈ ബൈ 20 ആണ് ആര് വന്നു x3 ആയി വന്നു. ഇനി അടുത്ത ആരാ x4 ആണ്. x4 എന്ന് പറഞ്ഞാൽ x3 പ്ലസ് h ആണ്. x3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പൈ ബൈ 20 ആണ്, ഇവിടെ പൈ ബൈ 20 ആണ്, എന്തായി 4 പൈ ബൈ 20. സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. x5 എന്ന് പറയുമ്പോൾ എന്തായി അല്ലെ x4 പ്ലസ് h ആണ്. x4 എന്ന് പറഞ്ഞാൽ 4 പൈ ബൈ 20 പ്ലസ് പൈ ബൈ 20 ഈക്വൽ ടു 5 പൈ ബൈ 20. x6 എന്ന് പറഞ്ഞാൽ x5 പ്ലസ് h ആണ്. x5 എന്ന് പറഞ്ഞാൽ 5 പൈ ബൈ 20 പ്ലസ് പൈ ബൈ 20 ഈക്വൽ ടു 6 പൈ ബൈ 20 ആണ്. ഇനി x7 എന്ന് പറഞ്ഞാൽ x6 പ്ലസ് h ആണ്. 6 pi by 20 plus pi by 20 equal to 7 pi by 20 ആണ്. ഇനി x8 എന്ന് പറഞ്ഞാൽ x7 plus h ആണ്. അപ്പൊ 7 pi by 20 plus pi by 20 that is 8 pi by 20. x9 equal to x8 plus h എന്ന് പറയുമ്പോൾ 8h by 20 plus 8 pi by 20 by pi by 20 equal to 9 by 20. ഇനി 10th step അല്ലെ x9 plus h എന്ന് പറയുമ്പോൾ 9 pi by 20 plus pi by 20. അപ്പൊ എന്തായി 10 pi by 20 എന്ന് പറഞ്ഞാൽ pi by 2 എന്ന് പറഞ്ഞാൽ b ആണ് കിട്ടിയത്. ഇനി നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. സിംപ്സൺ റൂളിന്റെ ഇക്വേഷൻ s എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ആണ് കൊടുക്കാറ്, വേറെ ഒന്നും കൊടുക്കലുണ്ട്. ഞാൻ എസ് ആണ് ഏത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എസ് ഈക്വൽ ടു ബി മൈനസ് എ ബൈ 3n. ഇക്വേഷൻ നോക്കണേ. എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 4 ഇൻറ്റു x1 പ്ലസ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ 4ഉം ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ 2 ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. 4 ഇൻറ്റു എഫ് ഓഫ് x3 2 ഇൻറ്റു എഫ് ഓഫ് x4 പ്ലസ് 4 into f of x5 plus 2 into f of f6 plus 4 into f of x7 plus 2 into f of 8 plus 4 into f of x9. ഈ ലാസ്റ്റ് ടേം ആണെങ്കിൽ അത് അതേപോലെ എടുത്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത് f of 10. ഇനി b എന്ന് പറഞ്ഞാൽ പൈ ബൈ 2, a എന്ന് പറഞ്ഞാൽ 0, n പറഞ്ഞാൽ 10. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ cos 0. 4 ഇൻറ്റു ഇവിടെ എന്താവും എഫ് ഓഫ്
pi അല്ലെ എഫ് സ്ഥാനത്ത് കോസ് ആണ് കോസ് pi by 20 2 into എന്തായി കോസ് ഓഫ് 2 pi by 20 പ്ലസ് ഇവിടെ എന്തായി അല്ലെ നാലാം എഫ് ഓഫ് കോസ് 3 by 20 പ്ലസ് ഇനി 2 into കോസ് ഓഫ് 4 pi by 20 plus 4 into cos of 5 pi by 20 plus 2 into cos of 6 pi by 20 plus 4 into cos of 7 pi by 20 plus 2 into cos of 8 pi by 20 plus 4 into cos of 9 pi by 20. ഇനി ലാസ്റ്റ് വൺ ആയതുകൊണ്ട് cos എത്ര അല്ലേ 10 pi by 20 എന്ന് പറഞ്ഞാൽ pi by 2 ആണ് അല്ലെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു pi by cos pi by 2 എന്ന് എഴുതാം ഈക്വൽ ടു pi by 2 into 30 ആണ് ഇനി ഓരോ വാല്യൂം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇത് റേഡിയനിലേക്കാണ് മാറ്റണം സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അല്ലെ ഇത് നമ്മൾ പ്രോബ്ലം നമ്മൾ തൊട്ട് മുമ്പ് സെക്ഷനിൽ ചെയ്തതാണ് ഈ അപ്പോൾ ഇവിടെ എന്താവും 1 പ്ലസ് 4 into 0.9876 plus 2 into 0.9510 plus 4 into 0.890 plus 2 into 0.8090 plus 4 into 0.701 plus 2 into 0.5878 plus 4 into 0.4540 plus 2 into 0.30901 പിന്നെ ഓരോ വാല്യൂ ഒക്കെ കിട്ടുന്നതാണ് കാൽക്കുലേറ്ററിൽ 4 into 0.1564 cos 5 by 2 എന്ന് പറഞ്ഞാൽ വാല്യൂ 0 ആണ് ഇനി എന്ത് ചെയ്യാം ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ഈക്വൽ ടു 5 by അല്ലെ 3 into 20 എന്ന് പറഞ്ഞാൽ 60 ആണ് അപ്പോൾ 1 plus 3.504 plus 1.902 3.564 plus 1.618 2.8284 plus അടുത്ത് 1.1756 plus 1.816 plus 0.6002 0.625 ഞാൻ ആ സീറോ ഒഴിവാക്കി ഇതൊക്കെ പാടെ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടാൻ 19.0802 ഇനി പൈ കൊണ്ട് ആദ്യം 6 കൊണ്ട് ഡിവിഷൻ നടത്തി അപ്പൊ കിട്ടുക 0.31800 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.99906 റൗണ്ട് ഇവിടെ നിർത്തിയാലും മതി നമ്മൾ ഇത് റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 1.00003 എന്ന രീതിയിലേക്ക് ആൻസർ വരും ക്ലിയർ ആയല്ലോ ഇങ്ങനെയാണ് നമ്മൾ സിംപ്സൺ റൂളിന്റെ നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് Next question, 17th question. എന്താണ് 17th question? Let u1 equal to 1 minus 1 1 minus 1 u2 equal to 1 3 0 minus 1 to be vector span as a space of W of R4. Use Gram-Schmidt orthogonal process to construct an orthonormal basis for basis W. ഇവിടെ u1 തന്നിട്ടുണ്ട് എന്താണ് 1 minus 1 1 minus 1 നമുക്ക് u2 തന്നിട്ടുണ്ട് 130 minus 1 തന്നിട്ടുണ്ട് നമുക്കറിയാം ചൂസ് ചെയ്യണം ചൂസ് ആരാണ് അല്ലെ v1 നെയാണ് നമ്മൾ u1 ആക്കി സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ 1 minus 1 1 minus 1 ഇനി v2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u2 dot അല്ലെ u2 minus u2 dot v1 divided by v1 dot v1 into v1 ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് സെപ്പറേറ്റ് ചെയ്യാം ഒരുമിച്ച് ചെയ്യുമ്പോൾ വലിയ നമ്പേഴ്സ് ആവുന്നത് കൊണ്ട് ഇത് വലിയ സ്റ്റെപ്പ് കുറെ ഫോർത്ത് കോഡ് പേഴ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ u2 dot v1 അപ്പൊ എന്താ 1,3,0,1 dot എന്തായി 1, minus 1 1 minus 1 ഇവിടെ എന്താവും 1 minus 3 plus 0 minus 1 equal to minus 3 കിട്ടും ഇനി അടുത്ത് v1 dot v1 എന്ന് പറയുമ്പോൾ എന്താണ് 1 minus 1 1 minus 1 dot 1 minus 1 1 minus 1 എന്തായി dot product 1 plus 1 plus 1 plus 1 equal to 4 ഈ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോലെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക ഇനി വേണമെങ്കിൽ അതിന്റെ ചെയ്തിട്ട് മതി ഏത്
u2 dot v1 divided by v1 dot v1 into v1 equal to അല്ലെ ഇവിടെ എന്തായി മുകളിലത്തെ മൈനസ് എന്തായി 3 താഴെ എന്തായി 4 ഇൻറ്റു ഇവിടെ എന്തായി ഇനി v1 എന്ന് പറയുമ്പോൾ 1 minus 1 1 minus 1 ഇതിനെ മൾട്ടിപ്ലൈ എന്താവും വരിക minus 3 by 4 plus 3 by 4 3 minus 3 by 4 plus 3 by 4 എന്ന രീതിയിൽ വരും അപ്പോൾ v2 equal to u2 minus 2v1 divided by v1 dot v1 into v1 എന്ന് പറയുമ്പോൾ u2 നമുക്കറിയാം എത്ര u2 1301 അല്ലെ മൈനസ് ഓഫ് 3 by 4 അല്ലെ 3 by 4 പിന്നെന്താ മൈനസ് 3 by 4 3 by 4 ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 7 by 4 9 by 4 3 by 4 1 by 4 ഇതാണ് നമുക്ക് v2 കിട്ടും നമ്മൾ അടുത്തത് നോം അല്ലെ ഒമേഗ 1 ഒമേഗ 2 കണ്ടുപിടിക്കണം നമുക്കറിയാം ഒമേഗ 1 എന്ന് പറയുമ്പോൾ v1 by നോം v1 ആണ് അപ്പൊ ആദ്യം നോം v1 എന്താന്ന് കണ്ടെത്തണം അപ്പൊ നോം v1 എന്ന് അറിയുമ്പോൾ എന്താണ് വരിക അല്ലെ അതിന്റെ ഓരോന്നിന്റെയും റൂട്ട് 1 square plus 1 square plus 1 square plus 1 equal to 1 plus 1 plus 1 plus 1 equal to root 4 എന്ന് പറഞ്ഞാൽ 2 ആണ് ഒമേഗ 1 എന്ന് പറയുമ്പോൾ എന്തായി അല്ലെ 1 എന്തായി മാറി minus 1 1 minus 1 divided by എന്തായി മാറി അല്ലെ 2 ആയി മാറി equal to എന്തായി 1 by 2 minus 1 by 2 1 by 2 minus 1 by 2 ഇനി ഒമേഗ 2 എന്ന് പറയുമ്പോൾ v2 ഡിവൈഡഡ് ബൈ നോം v2 ആണ് അപ്പൊ നോം v2 എന്ന് പറയുമ്പോൾ അല്ലെ 7 by 4 ഹോൾ സ്ക്വയർ പ്ലസ് 9 by 4 ഹോൾ സ്ക്വയർ പ്ലസ് 3 by 4 ഹോൾ സ്ക്വയർ പ്ലസ് 1 by 4 ഹോൾ സ്ക്വയർ ഒക്കെ റൂട്ടിന്റെ അകത്ത് അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായി 49 by 16 81 by 16 9 by 16 1 by 16 തമ്മിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താവും 140 by 16 റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് 140 16 മാത്രമേ റൂട്ട് ഉള്ളൂ റൂട്ട് 140 ഡിവൈഡഡ് ബൈ 4 ഈ നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം ഒമേഗ 2 എന്ന് പറയുമ്പോൾ v2 ബൈ അല്ലെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈക്വൽ ടു ഇവിടെ എന്തായി അല്ലെ 7 by 4 9 by 4 3 by 4 1 by 4 ഡിവൈഡഡ് ബൈ റൂട്ട് 140 by 4 നേരെ ക്രോസിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ എന്താവും 7 by 140 ആയി മാറും അല്ലെ 4ഉം 4ഉം ക്യാൻസൽ ആയി 9 by റൂട്ട് 140 ആയി മാറി 3 by 140 ആയി മാറി 1 by 140 ആയി മാറി ഇവിടെ വേണമെങ്കിൽ നിർത്താം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് വേറെ രീതിയിലാണ് അപ്പൊ 140നെ 35 into 4 നേരെ റൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 into അല്ലെ 2 into റൂട്ട് 35 ആണ് അപ്പൊ ഈ 140ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക് 2 35 ആക്കി കൊടുക്കാം 9 by 2 35 ആക്കി കൊടുക്കാം 3 by 2 35 ആക്കി കൊടുക്കാം 1 by 2 35 ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആൻസർ കീ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ ഇവിടെ നിർത്തിയാലും ശരിയാണ് ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണുള്ളത് അല്ലെ 18th question എന്താണ് 18th question find the non-trivial solution for the homogeneous equations എന്താണ് 2x1 minus 4x2 plus 3x3 equal to 0 x1 plus x2 minus 2x3 equal to 0 നമുക്കറിയാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax equal to b for where a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ് 2 minus 4 3 1 1 minus 2 x എന്ന് പറയുമ്പോൾ x1 x2 x3 number of unknowns ഇവിടെ b എന്ന് പറഞ്ഞ ആരാണ് 0 ആണ് നമുക്കിവിടെ ഓഗ്മെന്റ് മെട്രിക്സ് എ ബി നമുക്ക് എഴുതാൻ പറ്റും എങ്ങനെ എഴുതാം 2 minus 4 3 1 1 minus 2 ഇനി ഓഗ്മെന്റ് മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഡോട്ട് ആക്കി എഴുതിയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യാണ് ഇതിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ് r1 interchanges to r2 അല്ലെ അപ്പൊ എന്താവും 1 1 minus 2 0 2 minus 4 3 0 നമുക്കറിയാം ഇവിടത്തൊക്കെ 0 ആക്കാൻ പോവാം ഈ സൈഡത്തെ
അതിനു വേണ്ടി ഞാൻ റോ ട്രാൻസ്ഫർ നടത്താൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് ടു R1. അപ്പൊ എന്ത് വരും? ഇവിടെ 1 1 മൈനസ് 2 0 0 മൈനസ് 6 7 0 അല്ലെ? ഇവിടെ എങ്ങനെ കിടന്നു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 1 ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? R2 ചേഞ്ചസ് ടു മൈനസ് 1 by 6 R2. അപ്പൊ എന്താ? 1 1 മൈനസ് 2 0 0 1 മൈനസ് 7 by 6 0. ഇതിനെങ്ങനെ ചെയ്തു. ഇനി എന്ത് ചെയ്യാണ്? ഇതിനെ 0 ആക്കാൻ പോവാം. അപ്പൊ അതിനെന്ത് ചെയ്യണം? R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. അപ്പൊ 1 0 മൈനസ് 5 by 6 0. ഇവിടെ 0 1 മൈനസ് 7 by 6 0. അപ്പൊ ഇനി എന്ത് ചെയ്താലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റം വരികയെ ചെയ്യുള്ളൂ നമുക്ക്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ റാങ്ക് എന്ന് പറയുമ്പോ അല്ലെ, റാങ്ക് ഓഫ് അല്ലെ എ എന്ന് പറയുമ്പോ ഇതിന്റെ റാങ്ക് എത്രയാണ്? 2 ആണ്. ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? 3 ആണ് അല്ലെ, x1 x2 x3. അപ്പൊ രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്കൊരു ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുക്കണം അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം അല്ലെ? നമ്പർ ഓഫ് അൺനോൺസ് മൈനസ് റാങ്ക്. ഇവിടെ എത്രയാണ്? 3 മൈനസ് 2 ഈക്വൽ ടു 1. ഞാൻ ഇവിടെ x3ക്കാണ് എന്ത് കൊടുക്കുന്നത്? ഒരു t എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം നമുക്ക് അല്ലെ? ഒന്നുകൂടി മാറ്റി എഴുതുമ്പോ ലെറ്റ് x3 ഈക്വൽ ടു t. അപ്പൊ ഒന്നാമത്തെ നമുക്ക് x1 മൈനസ് 5 by 6 x3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ x1 ഈക്വൽ ടു 5 by 6 x3. x3ക്ക് വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് t ആണ്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ x2 മൈനസ് 7 by 6 x3 ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞാൽ x2 ഈക്വൽ ടു 7 by 6 x3 ആണ്. x3ന്റെ വാല്യൂ നമുക്കറിയാം t ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ കിട്ടിയില്ലേ? x1 കിട്ടി, x2 കിട്ടി. കാരണം നോൺ ട്രിവിയൽ സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ അങ്ങനെ എഴുതിയത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 19th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് എ ഈക്വൽ ടു അല്ലെ, മെട്രിക്സ് എ ഈക്വൽ ടു 2 0 1 മൈനസ് 2 3 4 മൈനസ് 5 5 6. ഇവിടെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ആണ്. നമുക്ക് രണ്ട് മെത്തേഡ്, നമ്മൾ പല മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് എങ്ങനെയായിരുന്നു? ഇൻവേഴ്സ് എ ഈക്വൽ ടു അല്ലെ 1 by a ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ്. അഡ്ജോയിന്റ് കോഫാക്ടർ കണ്ടെത്തി കൊണ്ടുവരണം. അല്ലെങ്കിൽ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ കണ്ടെത്തും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗോസ് ജോർദാൻ മെത്തേഡ് നമ്മൾ പ്ലസ് ടു പഠിച്ചത്. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗോസ് ജോർദാൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച ആ മെത്തേഡ് തന്നെ നമ്മൾ പോകാൻ പോകുന്നത്. ഇനി ഇൻവേഴ്സ് ഈ മെത്തേഡും ചെയ്യാൻ പറ്റും. ഏറ്റവും നമുക്ക് എളുപ്പമാർഗം നമ്മൾ പ്ലസ് ടു പഠിച്ച ഗോസ് ജോർദാൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ആ മെത്തേഡ് ഞാൻ എഴുതാൻ പോവാണ്. ആദ്യം നമ്മൾ തന്ന മെട്രിക്സ് എന്ത് ചെയ്തു? എടുത്തെഴുതി. ഓക്കെ, മൈനസ് 2 3 4 മൈനസ് 5 5 6. ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ടു. എന്ന് വെച്ചാൽ നമ്മളെ ഗോസ് ജോർദാൻ മെത്തേഡ് പറയുന്നത് ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ കിട്ടുന്ന n എത്രയാണോ അല്ലെ, ഇവിടെ എന്താണോ കിട്ടുന്നത്, ഇവിടെ ഏതോ ഒരു നമ്പർ ഒക്കെ കിട്ടുന്നുണ്ടാവും, ആ മെട്രിക്സ് ആയിരിക്കും നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എങ്ങനെ ചെയ്ത് എലമെന്റ് ട്രാൻസ്ഫർ നടത്തി റോ ട്രാൻസ്ഫർ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ട്രാൻസ്ലേഷൻ നടത്തിയപ്പോൾ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ടുവന്നു. അപ്പൊ ഫസ്റ്റ് ഇവിടെ A2, ഞാൻ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ഇട്ടു. പിന്നെ നമ്മൾ റോ ട്രാൻസ്ലേഷൻ നടത്തി എന്തുണ്ടാവും അല്ലെ, ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. പിന്നെ എന്തിട്ട് ഇവിടെ ഈ ഭാഗം വരുമ്പോൾ എന്താവും? ഇൻവേഴ്സ് ആയി മാറും. ആദ്യം തന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി, ഇവിടെ എ മെട്രിക്സ് എഴുതും, ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് എഴുതും. പിന്നെ റോ ട്രാൻസ്ഫർ നടത്തി അവസാനം ഇനി നടത്താൻ ഇല്ല എന്ന് കണ്ടെത്തുമ്പോൾ ഇവിടെ അല്ലെ കണ്ടെത്താൻ നോക്കുമ്പോൾ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് വരുന്ന മെട്രിക്സ് ആയിരിക്കും അതെന്തോ ഇൻവേഴ്സ്. ഒന്നുകൂടിയും പറയാം, തന്ന മെട്രിക്സ് ഇങ്ങനെ എഴുതാം. ഇവിടെ എന്ത് ചെയ്താ? ഒറിജിനൽ മെട്രിക്സ് ചെയ്യുന്ന മെട്രിക്സും ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സും, എന്നിട്ട് റോ ട്രാൻസ്ഫർ നടത്തുക. ഈ സൈഡ് ഐഡന്റിറ്റി മെട്രിക്സ് വരുത്തുക. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ കിട്ടുന്ന മെട്രിക്സ് ആയിരിക്കും എന്താണ്? ഇൻവേഴ്സ് മെട്രിക്സ്. അപ്പൊ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ഏതാണ്? 0 0 0 1 0 0 0 1 എന്ന മെട്രിക്സ് എടുത്ത് എഴുതി. അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ഇതിനെ 1 ആക്കണം, ഇതിനെ 1 ആക്കണം, ഇതിനെ 1 ആക്കണം. താഴെ വരുന്നതോ ഇതിനെ താഴെ വരുന്നതിനൊക്കെ 0 ആക്കണം, ഇതിന്റെ മുകളിൽ വരുന്നതൊക്കെ 0 ആക്കണം അല്ലെ, ഇതിന്റെ മുകളിൽ വരുന്ന എല്ലാം 0 ആക്കണം. അത്ര കടമേ ഉള്ളൂ.
എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ് റോ ട്രാൻസാക്ഷൻ. ഫസ്റ്റ് ഞാൻ ഇതിനെ 1 ആക്കണം അല്ലെ, നമ്മൾ പിവിറ്റ് എന്നൊക്കെ പറയും. അതിന് R1 1/2 R1 ആക്കി മാറ്റി, ഡിവിഷൻ നടത്തി. അപ്പൊ ഇവിടെ 1 ആയി, 0 ആയി, 1/2 ആയി, 1/2 ആയി, 0 0. ബാക്കി എന്തിന്റെ റോക്ക് ഒന്നും എന്തില്ല, മാറ്റല്ല. 1 0 -5 5 6 0 0 1 ഇങ്ങനെ എഴുതി. ഇനി അടുത്ത എന്താ, സബ്ട്രാക്ഷൻ ആണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ R2 ചേഞ്ചസ് ടു R2 പ്ലസ് R1. ഒന്നാമത്തേന്ന് മാറ്റില്ല എന്ന് പറഞ്ഞു, 0 ആക്കി, 1/2 1/2 0. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 3 5 1 1 0. ഇനി രണ്ടാമത്തെ R3 ചേഞ്ചസ് ടു R3 പ്ലസ് 5 R1. അപ്പൊ അതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 5 17/2 5/2 0 1. ഇതാണ് നമ്മളെ അല്ലെ പ്രശ്നം ഒരു സൈഡ് ആക്കിയിട്ടത്. ഇത് എ മെട്രിക്സ് ഇതിവിടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. ഇനി അടുത്ത എന്താണ്, ഇതിനെ 1 ആക്കണം ചെയ്യാം, അതേപോലെ ഇതിനെ 1 ആക്കണം ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു, R2 ചേഞ്ചസ് ടു 1/3 R2 അല്ലെ. അപ്പൊ ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇനി R3 അവിടെ ഇതോടെ എഴുതിയിട്ട് ഒരുമിച്ച് ചെയ്താം. 1/2 0 0. അപ്പൊ എന്താവും, 0 1 5/3 1/3 1/3 0. ഇനി R2 ചേഞ്ചസ് ടു 1/5 R3. 0 1 ഇവിടെ 17/10 ആയി, 1/2 0 1/5 ആക്കി മാറ്റി. ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് അല്ലെ സബ്ട്രാക്ട് ചെയ്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും അതെ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സബ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് R3നെയാണ് ചെയ്യാൻ പോകുന്നത്. R3 ചേഞ്ചസ് ടു R3 മൈനസ് R1 അല്ലെ, R2 R1 മൈനസ് R2. കാരണം ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിനെ 0 ആക്കിയാൽ മതി. ഫസ്റ്റ് ഇതിനെ 1 ആക്കി, ഇതിന് താഴെ 0 ആക്കി, ഇതിനെ 1 ആക്കി, ഇതിനെ മുകളിൽ 0 ആക്കി കഴിഞ്ഞു, ഇനി താഴെ 0 ആക്കണം. അതിനാണ് R2 എടുത്തത്. 1 0 1/2 1/2 0 0 0 1 5 1 അല്ലെ 5/3 1/3 1/3 0 അല്ലെ. ഇവിടെ ഇങ്ങനെ ഈ മെട്രിക്സ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 ആയി, ഇവിടെ എന്തായി 0 ആയി, ഇവിടെ എന്തായി 1/30 ആണ് വരുന്നത്. 1/6 മൈനസ് 1/3 1/5. ഇനി അവിടെ 1/30 പകരം അവിടെ 1 ആക്കണം. അപ്പൊ അതിനെ 30 കൊണ്ട് എന്ത് ചെയ്താൽ മതി, നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആ മെട്രിക്സ് എഴുതി 1 0 1/2 1/2 0 0 0 1 5/3 1/3 1/3 0. എന്താണ്, R3 ചേഞ്ചസ് ടു 30 R3. അപ്പൊ എന്തായി 0 0 1 5 -10 6. ഇനി ഇവിടെ ആരേ പ്രശ്നമുള്ളൂ, ഇതിനെ 0 ആക്കണം, ഇതിനെ 0 ആക്കണം അല്ലെ. അതിന് ജസ്റ്റ് നമുക്ക് R2 R1 എന്ത് ചെയ്താൽ മതി അല്ലെ, ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. അപ്പൊ R1 ചേഞ്ചസ് ടു R1 മൈനസ് 1/2 R3 ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 1 ഇവിടെ 0 ആയി, ഇവിടെ 0 ആയി, ഇവിടെ -2 ആയി, 5 ആയി, -3 ആയി. അതേപോലെ R2 ചേഞ്ചസ് ടു R2 മൈനസ് 5/3 R3 അല്ലെ. അപ്പൊ ഇതെന്താട്ടെ, ഇതും 0 കിട്ടും. അപ്പൊ 0 1 0 -8 17 -10 എന്തായി 0 0 1 5 -10 6. ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്ത് കിട്ടിപ്പോ, ഈ ഭാഗം ഐഡന്റിറ്റി മാട്രിക്സ് ആയി മാറി, ഈ ഭാഗം എന്തായി മാറി, ഇൻവേഴ്സ് ആയി മാറി. അപ്പൊ therefore A inverse equal to -2 5 -3 -8 17 -10 5 -10 6. അപ്പൊ ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് എന്ന മെട്രിക്സ് ആയി വന്നത്. അപ്പൊ അതോടുകൂടി നമ്മൾ എന്ത് കഴിഞ്ഞു അല്ലെ, സെക്ഷൻ ബി കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ സി ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം.